KPCC അംഗം KV സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ പ്രവർത്തിച്ചതായി പരാതി ഉയർന്നിരുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇങ്ങനെയൊരു നടപടി, പുറത്താക്കൽ നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു കാരണം എന്താണ്? MK രാഘവനെതിരെ പ്രവർത്തിച്ചു എന്ന പരാതി, ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടോ? തീർച്ചയായും സ്മിത, UDF ഭരിക്കുന്ന ചേവായൂർ ബാങ്കിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുകയും അതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കളും ഒന്നിച്ച് ഈ ബാങ്കിന്റെ തന്നെ മുൻ ഡയറക്ടറായ KV സുബ്രഹ്മണ്യം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. അതിൽ അദ്ദേഹം താൻ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുന്നതായും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFിനുള്ളിൽ തന്നെ ചില വിഭാഗീയതകൾ ഉണ്ടാക്കാൻ KV സുബ്രഹ്മണ്യൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം ഈ UDF സ്ഥാനാർത്ഥി MK രാഘവൻ തന്നെ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം KPCCയുടെ നേതൃസമിതി യോഗത്തിലും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് KPCC നീങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജി, ഈ സ്ഥാനങ്ങളിൽ നിന്നുള്ള, പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ രാജി നിലവിൽ KPCC അംഗീകരിക്കുന്നു. ഒപ്പം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നതായും നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും KPCCയുടെ നേതൃയോഗത്തിലും തന്നെ ഇദ്ദേഹത്തിനെതിരെ, KV സുബ്രഹ്മണ്യത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് MK രാഘവൻ ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് KPCC കടന്നിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.